അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വളരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ആമുഖങ്ങളില്ലാതെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതാനും ചില മദ്ഹുകൾ, ആ ഹബീബിനെ ഏറെ ഇഷ്ടപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ ഒരു ചെറിയ ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിശാലമായ സദസ്സ്, അവിടെ ഒരുമിച്ച് കൂടി ഒരുപാട് സ്വഹാബികൾ. ആ സ്വഹാബികൾക്കിടയിൽ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്തിനോട്, സ്വഹാബത്തെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖിന്റെ സമ്പത്ത് ഉപകാരപ്പെട്ടത്ര ഒരാളുടെ മാലും ഒരാളുടെ സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഹബീബ് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹബീബിന് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിന് ഉപകാരപ്പെടുക എന്നാണ്. ഇസ്ലാമിന്, പരിശുദ്ധമായ ദീനിന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനീ പ്രബോധനത്തിന് സിദ്ദീഖ് തന്നത്ര പൈസ വേറെ ആരും തന്നിട്ടില്ല എന്നാണ്. എന്തൊരു വർത്താനാണത്! സന്തോഷത്തോടുകൂടെ ആയിരിക്കൂലേ സിദ്ദീഖ് തങ്ങളത് സ്വീകരിക്കുക. എന്നാൽ ആ സദസ്സിന്റെ ഒരു ഭാഗത്ത് നിന്ന് വിതുമ്പിക്കരയുകയായിരുന്നു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി സിദ്ദീഖേ? സ്വഹാബത്തും ചോദിച്ചു, സന്തോഷിക്കേണ്ട സമയമല്ലേ? നിങ്ങളുടെ സമ്പത്താണ് ദീനിന് ഏറ്റവും ഉപകാരപ്പെട്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണ്ടേ സിദ്ദീഖേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അനവ മാലി യാ റസൂലല്ലാഹ്. എന്ത് നബി, എന്റെ സമ്പത്തോ? ഞാൻ തന്നെ നിങ്ങൾക്കുള്ളതല്ലേ നബിയെ? ഞാനും എൻ്റെ സമ്പത്തും എൻ്റെ ജീവിതവും എല്ലാം നിങ്ങൾക്കുള്ളതല്ലേ നബിയെ? എന്തൊരു വർത്തമാനമാണ്! അനവമാലി, ആ വാക്കിന്റെ ഒരു ഊക്കൊന്ന് നോക്ക്. ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്, മനസ്സിന്റെ അകത്ത് നിന്ന് വരുന്ന ഒരു വർത്താനാണത്. അനവമാലി. റസൂലേ, എൻ്റെ ജീവിതത്തിന്റെ ചെറുപ്രായം മുതൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ അന്നു മുതൽ നിങ്ങളെ ഈ വിശ്വാസത്തിന്റെ കൂടെ ഞാനുണ്ട്. നിങ്ങളുടെ കൂടെ അവസാന നിമിഷം വരെ ഞാൻ ഉണ്ടാകും. അനവമാലി, ഞാനും എൻ്റെ സമ്പത്തും നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ നബിയെ എന്ന് പറഞ്ഞു വിതുമ്പി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തൊരു പ്രണയമാണ്, എന്തൊരിഷ്ടമാണ്! ആ ഇഷ്ടമല്ലേ നമ്മൾക്ക് വേണ്ടത്? അല്ലാഹു ആ ഹബീബിന് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ സിദ്ദീഖ് തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ. കാരണം ആ ജീവിതം അത്രമേൽ ധന്യാണല്ലോ. നമ്മൾ ആ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെയും ഓരോ സെക്കൻഡിനെയും വിലയിരുത്തുകയാണെങ്കിൽ ആ ഓരോ നിമിഷത്തിലും ഹബീബിനോടുള്ള മഹബത്തായിരുന്നു. ആ ഓരോ സെക്കൻഡിലും, ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും റസൂലിനെ മഹബത്ത് വെച്ച ഒരേ ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് അഫ്ളലുൽ ബശരി ബഅദൽ അംബിയ, നബിമാര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല മനുഷ്യൻ അതെന്റെ സിദ്ദീഖ് എന്ന് പറയാൻ കഴിഞ്ഞത്. അല്ലാഹു സിദ്ദീഖ് തങ്ങളുടെ കൂടെ നാളെ ജന്നാത്തുൻ നഈമിൽ നമ്മൾ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.